ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ അല്ലേ? അപ്പോൾ ഇതാ ഇന്ന് പതിവ് പോലെ തന്നെ നമ്മൾ അടുക്കളയിലുള്ള വിശേഷങ്ങൾ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ കണ്ണൂർ ലീവാണ് ഇന്ന്. കുട്ടികളെല്ലാം ഇന്ന് ലീവായിട്ട് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. ഒരു 7 മണിയെല്ലാം ആയിന് കേട്ടോ ഇന്ന് എണീക്കാൻ. മഴ ഇപ്പോൾ ഒന്ന് നിന്നതേ ഉള്ളൂ, രാവിലെ നല്ല മഴയാണ്. അപ്പോൾ ഇതാ എൻ്റെ അടുക്കളയിലുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളെല്ലാം ആയിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നത്. ദോശക്കുള്ള മാവാണ്, മാവല്ല അരിയാണ് കേട്ടോ കഴുകുന്നത്. രാവിലെ അരച്ച് ചുടുന്ന ദോശയാണ് കേട്ടോ. അപ്പം എൻ്റെ വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും അടുക്കളയിലുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയ വീഡിയോ ആണ് കേട്ടോ എൻ്റെത്. അപ്പോൾ എല്ലാവരും ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ടുള്ള യാത്ര അടിപൊളിയാവുമല്ലോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ രാവിലെ അരച്ചിട്ട് ചുടുന്ന ദോശ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? അപ്പോൾ ഇതാ തേങ്ങയും കുറച്ച് ചോറും പച്ചരിയും അതെല്ലാം കൂടിയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം വേണമെങ്കിൽ ഒരു കഷ്ണം ഉള്ളി ഇടുന്നവർക്ക് ഉള്ളി ഇടുക, ജീരകം ഇടുന്നവർക്ക് ജീരകം ഇടുക. അപ്പോൾ അതെല്ലാം കൂട്ടി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ദോശയായിരിക്കും കേട്ടോ. നല്ല നീർദോശ എന്നെല്ലാം പറയുന്നില്ല, അതുപോലെ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അത് അരച്ചിട്ട് ഒരു അരമണിക്കൂർ 1 മണിക്കൂറോളം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതാ ഞാനതൊന്ന് മിക്സിയിൽ നിന്ന് ഒന്ന് അരച്ചിട്ട് വരട്ടെ. പണ്ട് സ്കൂളിലെല്ലാം പഠിക്കുന്ന സമയം അമ്മ ഈ ദോശ ചുടുമ്പം നമുക്ക് രണ്ടാക്കും, എനിക്കും അനിയത്തിക്കും ഭയങ്കര ദേഷ്യമാണ്. അമ്മ ഇതെന്തിനാ ചുടുന്നേ, ഇഷ്ടമല്ലമ്മേ, വേണ്ടമ്മേ എന്നെല്ലാം പറയും. പക്ഷേങ്കിൽ ഇപ്പം നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, രാവിലെ ലേറ്റ് ആകുമ്പം എളുപ്പപ്പണിക്ക് നമുക്ക് എപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇതെന്ന്. ഇപ്പം അല്ലേ അതിൻ്റെ ഗുട്ടൻസ് എല്ലാം മനസ്സിലായത്. അപ്പോൾ ഇതാ നമ്മൾ കട്ടൻ ചായ തെളിച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഈ പാലിൻ്റെ കവറ് ഇങ്ങനെ മുറിക്കലും ഉണക്കലും കഴുകലെല്ലാം വലിയൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ. ഇപ്പം പുതിയതായിട്ട് എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. പാലിൻ്റെ കവറ് നന്നായി കുലുക്കിയിട്ട് അങ്ങ് കഴുകുക, എന്നിട്ട് ടെയിലിൻ്റെ മേലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരാഴ്ചയല്ല 2 ആഴ്ചയല്ല എത്ര ദിവസം വേണമെങ്കിൽ ഇതവിടെ കിടന്നോളും. പൊട്ടിച്ച ഭാഗം താഴോട്ടാക്കി കഴിഞ്ഞാൽ വെള്ളം ഉറ്റിപ്പോവുകയും ചെയ്യും, നല്ല ഡ്രൈ ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇപ്പം പുതിയതായിട്ട് കിട്ടിയൊരു അറിവാണ്. ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും, എനിക്ക് പുതിയതാണ്, പക്ഷേങ്കിൽ ഞാനതെല്ലാവർക്കും ഒന്ന് കാണിച്ചു തരുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കെ. അപ്പോൾ നമുക്ക് മുറിക്കാനും തറിക്കാനൊന്നും പോകണ്ട, എളുപ്പമായിട്ട് പാലിൻ്റെ കവറങ്ങ് ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പം നമ്മൾ ചായ ഇറക്കി വെച്ചിട്ടുണ്ട്, ചൂടുവെള്ളം ആക്കുന്നുണ്ട്, അതുപോലെ തന്നെ ചോറിനുള്ള വെള്ളം എല്ലാം വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ദോശയ്ക്ക് വേണ്ട ഒരു കറിയുണ്ട്. അപ്പോൾ തക്കാളി ഉള്ളിയെല്ലാം ഞാൻ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ജസ്റ്റ് ചെറിയൊരു സോയാബീൻ കറി വെക്കാമെന്ന് വിചാരിക്കുന്നത്. സോയാബീൻ കുറച്ച് ദിവസമായി വാങ്ങിക്കൊണ്ട് വെച്ചിട്ട് കേട്ടോ. അതിനിയും കറി വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ മോശമായിപ്പോവും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് തക്കാളി ഉള്ളിയെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ വീട്ടമ്മമാർ അടുക്കളയിൽ രാവിലത്തെ ആ ഒരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഈ വീഡിയോ സ്പീഡ് അടിക്കുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് മൈൻഡിൽ വന്നതാണ് കേട്ടോ. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര സ്പീഡായിരിക്കുമല്ലേ നമ്മളെ പണികളെല്ലാം. ഈ സ്പീഡ് നമ്മളിപ്പം വീഡിയോ സ്പീഡ് ചെയ്ത പോലെ തന്നെ നമ്മളെ മനസ്സുകൊണ്ട് നമ്മൾ ഭയങ്കര സ്പീഡായിരിക്കുമല്ലേ. പക്ഷേങ്കിൽ നമുക്ക് ശരീരം കൊണ്ട് എത്തൂലെങ്കിലും മനസ്സുകൊണ്ട് നമ്മൾ ഭയങ്കര സ്പീഡായിരിക്കും അല്ലേ. ഹസ്ബൻഡിന് ഫുഡ് കൊടുക്കാൻ പറ്റൂലേ, ഉച്ചക്കേക്കുള്ള ഫുഡ് ആവൂലേ എന്നുള്ള ടെൻഷൻസ് ആയിരിക്കും അല്ലേ. അപ്പം എല്ലാവരെയും അവസ്ഥ തന്നെയായിരിക്കും അല്ലേ. എൻ്റെ അവസ്ഥ ആണ് കേട്ടോ ഞാൻ പറഞ്ഞത്. എല്ലാവരെയും അവസ്ഥ അത് തന്നെയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പം പറഞ്ഞ് എന്തൊക്കെയോ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായിനാ. അപ്പോൾ ഇതാ നമ്മളെ തക്കാളി കറിയല്ല, സോയാബീൻ കറി ആവുന്നുണ്ട്. കടുക് പൊട്ടിയിട്ടുണ്ട്, ഉള്ളിയും തക്കാളിയും വഴറ്റിയിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട്. ഒരു 1/4 മണിക്കൂർ ഞാൻ സോയാബീൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് പൊതിർന്നിട്ട് അത് നല്ലോണം കഴുകിയിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് അവിടെ നിന്ന് സെറ്റ് ആവുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മളെ ചോറിനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്, അരി ഇടുന്നുണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉച്ചക്കേക്കുള്ള കറിയും കൂടി റെഡിയാക്കണേ. അപ്പം ഇന്നിപ്പം എന്താ പറയുക, നമ്മളെ ചെമ്മീനും കുറച്ച് മിക്സഡ് ആയിട്ടുള്ള മീനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ചെമ്മീൻ, പരൾ, കുട്ടി അയില, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് തലേന്ന് തന്നെ കട്ട് ചെയ്തിട്ടുണ്ട് അതിന്. അപ്പോൾ അതൊന്ന് കറി വെക്കണം. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. തക്കാളി മുറിച്ചിട്ടിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് പച്ചമുളകും പുളിവെള്ളവും പിഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളെ തേങ്ങയും മഞ്ഞൾപ്പൊടി, മുളക് പൊടിയെല്ലാം ഇട്ട് അരച്ചിട്ട് കറി സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പം അതിലേക്ക് വറുത്തിടണം. നമ്മളെ കടുകും ചെറിയ ഉള്ളിയും കൂടി നല്ലോണം വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ നമ്മളെ കറിയിലെ വറവ്. അങ്ങനെ ആ കറി നമ്മളെ സെറ്റായിട്ടുണ്ട്. ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ദോശ ഇടണം കേട്ടോ. ഏട്ടന് വേണ്ട ദോശയാണ് ഇത്, ഗോതമ്പ് ദോശ. ഏട്ടന് എപ്പോഴും ഗോതമ്പ് ദോശയാണ് കേട്ടോ. രാവിലെ ചൂടുക ദോശ ഇടുന്ന ദിവസം ഗോതമ്പ് ദോശ ഇടും. ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ഒരുവിധം കഴിക്കലുണ്ട്. ദോശ അധികം വലിയ ഇഷ്ടമല്ല അരി ദോശ, അതുകൊണ്ട് അവർക്ക് സ്പെഷ്യലായിട്ട് ദോശ ഗോതമ്പിൻ്റെയാണ് കേട്ടോ ചുടൽ. അങ്ങനെ ഏട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഇനിയിപ്പം കൊണ്ടുപോകേണ്ട ചോറ് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ നല്ല വാഴയിലെല്ലാം വാട്ടിയിട്ടുണ്ട്. അപ്പോൾ ചോറ് വിളമ്പിയിട്ടുണ്ട് കേട്ടോ അതിലേക്ക്.
പിന്നെ അതിൻ്റെ കൂടെ തന്നെ രാവിലത്തെ നമ്മളെ സോയാബീനും പിന്നെ തലേന്നത്തെ നല്ല വറ്റിച്ച നത്തൽ കറിയും കൂടി ഉണ്ട് കേട്ടോ. അതിങ്ങനെ വരട്ടിയെടുത്താണ്, അതും കൂടിയുണ്ട്. പിന്നെ ഒരു മുട്ട ഓംലേറ്റും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ചെമ്മീൻ കറിയും കൂടി ഒരു ബോക്സിലാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഏട്ടനിതാ മഴയായതുകൊണ്ട് കോട്ടലിട്ടിട്ടാണ് കേട്ടോ. അപ്പം അങ്ങനെ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. മക്കൾക്ക് ചെമ്മീൻ ഫ്രൈ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് കുറച്ച് ചെമ്മീൻ എടുത്തിട്ട് ഞാൻ പൊരിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഏട്ടൻ പിന്നെ ചെമ്മീൻ ഫ്രൈ ഒന്നും അധികം കഴിക്കലില്ല, കൊളസ്ട്രോൾ അത് ഇതെന്നെല്ലാം പറഞ്ഞിട്ട് ചെമ്മീൻ ഫ്രൈ കഴിക്കലില്ല കേട്ടോ. അപ്പോൾ അത് ഞാനൊന്ന് ഇങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇതാ നമ്മളെ ദോശ മാവെല്ലാം നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതെല്ലാം ഇതാ ഞാൻ ചുടുന്നുണ്ട്. നല്ല ഹോൾസ് എല്ലാം വന്നിട്ട് നല്ല അടിപൊളി ദോശയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിതാ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം വർക്കൗട്ടിന് പോകുന്നതാണ്. അപ്പം കണ്ണിലും എല്ലാം എഴുതുന്നുണ്ട്. വർക്കൗട്ടിന് പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സെല്ലാം മാറ്റിയതാണ്. മക്കളെല്ലാം എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ ഞാൻ നമ്മളെ ട്രൈപോഡിൽ വെച്ചിട്ടാണ് കേട്ടോ വീഡിയോസ് എല്ലാം എടുക്കൽ. ഇതിപ്പം അവരുള്ളത് കൊണ്ട് ഒരാൾ ക്യാമറ പിടിച്ചിട്ടുണ്ട് കേട്ടോ, എൻ്റെ പിറകെ നടന്നിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ വർക്കൗട്ടിനെല്ലാം പോയി വന്നു കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ അടുത്ത് തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെ കയറിയിട്ടുണ്ട്. അപ്പം ഇടയ്ക്ക് ഇപ്പം ഇങ്ങനെ വരുന്നത് കൊണ്ട് മക്കൾക്ക് വേണ്ടുന്ന വല്ലപ്പോഴും ഒരു മാഗിയെല്ലാം വാങ്ങലുണ്ട് കേട്ടോ. എപ്പോഴെങ്കിലേ ഉള്ളേ, ഇപ്പം സ്ഥിരമായിട്ടൊന്നും മാഗി കൊടുക്കില്ല. വല്ലപ്പോഴും ഒരു ആഗ്രഹം പറയുമ്പോൾ ഞാൻ ഇടുന്ന ഓരോ പാക്കറ്റ് വാങ്ങിയിട്ട് പോകും കേട്ടോ. അപ്പോൾ അതെല്ലാം വാങ്ങി പിന്നെ കുറച്ച് പിള്ളേർക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് ആണ് കേട്ടോ ഞാൻ പോകുന്നത്. ഏട്ടൻ പോകുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ വറവാക്കാനൊന്നും നേരം ഉണ്ടായിട്ടില്ലേ. പിന്നെ ഞാൻ വന്നിട്ടാണ് അതെല്ലാം ആക്കിയത്. പിന്നെ നമ്മുടെ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെമ്മീൻ കറിയൊന്നും കഴിക്കില്ല, ഫ്രൈ ഒന്നും കഴിക്കില്ല കേട്ടോ. അപ്പം എനിക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്നിപ്പോൾ കുറച്ച് പരിപ്പ് ആക്കാമെന്ന് വെച്ചിട്ട് പരിപ്പ് പുതിർത്തിട്ടുണ്ടായിന്. അതിലേക്ക് ഉള്ളിയും തക്കാളിയെല്ലാം ഇട്ടിട്ട് പരിപ്പ് മുളയിശം വെക്കുന്നുണ്ട്. നമ്മളെ മഞ്ഞപ്പരിപ്പിനെക്കാട്ടിയും ഈ ചുവപ്പ് പരിപ്പാണ് കേട്ടോ. നല്ല മുളയിശനെല്ലാം വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതാ വെളുത്തുള്ളിയെല്ലാം വിട്ടിട്ട് വിസിൽ വരുന്നുണ്ട്. ആകെ ജസ്റ്റ് ഒരു 3 വിസിലേ വരണ്ടു, കാരണം ഈ പരിപ്പിന് പെട്ടെന്ന് വേവുണ്ടല്ലോ. അപ്പോൾ അതാ വറവുണ്ട് അടുപ്പത്ത്, ഇപ്പുറത്ത് നമ്മൾ കുക്കറും ഉണ്ട്. അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പരിപ്പെല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മളെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കറിവേപ്പിലയും കുറച്ച് പുളിവെള്ളം ഒഴിച്ചിട്ട് നമ്മളെ പരിപ്പ് നല്ലോണം തിളക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മളെ കടുക് വറുത്തിടലാന്നേ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒരു മത്തി പൊരിച്ചതും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി പൊളിക്കുവേനും കേട്ടോ. അതാ നമ്മൾ കടുക് പൊട്ടുന്നുണ്ട്, കറിയിലേക്ക് വറുത്തിടുന്നുണ്ട്. അപ്പോൾ നമ്മളെ പരിപ്പ് കറിയെല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നല്ലോണം വിശന്നിന് കേട്ടോ. അപ്പോൾ അതാ പരിപ്പ് കറിയും വറവും എല്ലാം കൂട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ തേജു അതാ പിന്നെ ടി വി കാണുന്നുണ്ട്, ദേവൂട്ടപ്പുറത്ത് കളിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചേ. ഇതിനും ദേവൂട്ടനും ചോറ് കൊടുത്തു കേട്ടോ. പിന്നെ ഇതാ നമ്മളെ പാത്രങ്ങളെല്ലാം എടുത്തൊഴിച്ചിട്ട് വാഷ് ബേസിലിട്ടിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ പാത്രങ്ങൾ, ഉച്ചക്ക് പിന്നെ അതിൻ്റെ പാത്രങ്ങളൊന്നും പറയണ്ടല്ല. നമ്മളെ വീട്ടമ്മമാരുടെ അവസ്ഥ ഒരു വല്ലാതൊരവസ്ഥയാണ്. പാത്രം കഴുകി കഴുകി മടുക്കും. ഇനിയിപ്പോൾ രാത്രിക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ അതുവല്ല ഉണ്ടാവും, ഒന്നും പറയണ്ട. എന്നാലും നമ്മൾ തന്നെ എല്ലാം ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ അങ്ങനെ ഞാനിത് അടുക്കള മൊത്തം ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ അങ്ങ് നിങ്ങത്തോളം എല്ലാം തുടച്ച് ക്ലീനാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ഇതാ ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ ഒരു സമാധാനമാണല്ലേ, സന്തോഷമാണല്ലേ. അപ്പോൾ എല്ലാം ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം ഓരോ പാത്രത്തിലേക്കായിട്ട് പകർന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ആകുമ്പോഴത്തേക്ക് ഇതാ കാലാവസ്ഥയിലെല്ലാം മാറ്റം വന്നിട്ടുണ്ട്. നല്ല ചെറുതായിട്ടുള്ള മഴ ഇങ്ങനെ വരാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് സമയം പുറത്ത് ഇങ്ങനെ ഇരുന്നതാണ് വൈകുന്നേരം. ഇനിയിപ്പോൾ മക്കൾക്ക് ചായ വെക്കണം, ഏട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയെല്ലാം കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ചക്കി ഉണ്ട് കേട്ടോ വന്നിട്ട്. അപ്പോഴത്തേക്ക് ഞാനിത് ആ കട്ടൻ ചായ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ബേക്കറി ബിസ്ക്കറ്റും പ്ലം കേക്കും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം അവർക്ക് കൊടുത്തേ. അപ്പോൾ അത് മതിയെന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ എല്ലാവരും ഒരു ചെറിയൊരു ഉറക്കെല്ലാം കഴിഞ്ഞിന് എന്നിട്ട് എണീറ്റാണ് കേട്ടോ മക്കൾ. അപ്പോഴത്തേക്ക് ഏട്ടനെല്ലാം വന്നിട്ടുണ്ടായിനെ. പിന്നെ അവർ ചായയൊക്കെ കുടിച്ചേ. മഴയായതുകൊണ്ട് ഭയങ്കര മടിയാണ് കേട്ടോ അടുക്കളയിൽ പണിയെല്ലാം എടുക്കാൻ. കാരണം ഈ നമ്മൾ പാത്രങ്ങളെല്ലാം കഴുകുന്നതിന് നമ്മളെ മേക്കെല്ലാം വെള്ളമാവുമല്ലോ. അപ്പം ഭയങ്കര ശീതം പിടിക്കലെല്ലാം ആയിട്ട് എനിക്ക് മഴക്കാലത്ത് അടുക്കള പണിയെടുക്കാൻ ഭയങ്കര മടിയാണ്. എന്നാലും നമുക്ക് വേറെ നിവർത്തിയില്ലല്ലോ, എടുക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഇതാ പിന്നെ ചായ കൊടുത്തു. അവരൊക്കെ ഓരോ ഭാഗത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോയിട്ടുണ്ട്. ഇനിയിപ്പം അകമെല്ലാം ഒന്ന് അടിച്ച് വരണേ. അപ്പോൾ അതിൻ്റെ പരിപാടിയിലുള്ള ചില സമയം ഇവിടെ വൈകുന്നേരം ആയാലും പണി ഉണ്ടാവും കേട്ടോ. കാരണം നമുക്ക് വൈകുന്നേരം ചായേൻ്റെ കടി ആക്കൽ ഒരു പരിപാടിയുണ്ട് ഇവിടെ. എന്തെങ്കിലും നമ്മളെ കിഴങ്ങ് വെച്ചിട്ടോ അല്ലെങ്കിൽ കടല പുഴുങ്ങിയിട്ടോ ദോശയോ ഉപ്മാവോ അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടിയുണ്ട് കേട്ടോ ഇവിടെ. അപ്പം അങ്ങനെ എന്തെങ്കിലും ആക്കണം. അപ്പോൾ ഇതാ
അടിച്ചെല്ലാം വാരി കുളിച്ചിട്ട് വേണം അതിൻ്റെ പരിപാടിയിൽ നിൽക്കാൻ. എനിക്ക് തോന്നുന്നു എല്ലാ ഭാഗത്തും ഈ ഉച്ചക്കുള്ള പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും റെസ്റ്റ് ആയിരിക്കും അല്ലേ. പക്ഷേങ്കിൽ നമ്മളിങ്ങോട്ടേക്ക് എല്ലായിടത്തും ഇങ്ങോട്ടില്ല, നമ്മളെ വീട്ടിലുണ്ട്, പിന്നെ കുറച്ച് വീടുകളിലെല്ലാം ഉണ്ട് ഈ വൈകുന്നേരമുള്ള ഈ ചായൻ്റെ കടി. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാണ് ഒന്നാമത് ഞാനിങ്ങനെ തടി വെക്കാൻ തുടങ്ങിയത്. ചായൻ്റെ കടി കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴേ നമ്മളെ നോർമൽ ഉച്ചക്കത്തെ ചോറ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 4 മണിക്ക് ഒരു ചായയോ ബിസ്ക്കറ്റോ അങ്ങനെയാണ് എൻ്റെ വീട്ടിലുള്ള പതിവ്. പക്ഷേ ഇവർക്ക് എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായക്ക് എന്തെങ്കിലും കടി മസ്റ്റാണ് ഒരു 6 മണി എല്ലാം ആകുമ്പം. പിന്നെ നമ്മളെന്ത് ചെയ്യും, ഒരു 8, 8:30, 9 മണിയാകുമ്പം ചോറ് തിന്നും. അപ്പം എല്ലാം കൂടിയായിട്ട് തടി വെച്ച് വന്ന് അപ്പം ഇവർക്കിത് ശീലമായതുകൊണ്ട് നിർത്താനും പറ്റുന്നില്ല. മോനെല്ലാം ഒരു 6, 6:30 ആകുമ്പോൾ വിശക്കുന്നമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് പോകും. അപ്പം പിന്നെ എന്തെങ്കിലും ആയിട്ട് ആക്കും. അപ്പം ഇന്നിപ്പോൾ എന്തെങ്കിലും ആക്കണം. അപ്പം ഇന്ന് മഴ കണ്ടുകൊണ്ട് ഞാനിങ്ങനെ ഏട്ടനോട് പറയുന്നത് ഇന്ന് ആക്കണ്ടേ. അപ്പം മക്കളെയും കൂട്ടിയിട്ട് മുടി മുറിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരുമ്പം എന്നോട് നീ ഒന്നും ആക്കണ്ട, ഞാൻ പൊറോട്ട മേടിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഏട്ടാ. അതോടെ ഞാനിന്ന് ഹാപ്പിയായി. പിന്നെ എനിക്ക് കുളിക്കാനേ ഉള്ളൂ. ഞാൻ പിന്നെ ഡയറ്റ് ആയതുകൊണ്ട് എനിക്ക് പിന്നെ അതും ഇതൊന്നും വേണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഏട്ടനിതാ വരുമ്പോഴത്തേക്ക് നല്ല ചൂട് പൊറോട്ടയും പിന്നെ 2-3 നമ്മളെ നെയ്പ്പത്തലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ കറി എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മളെ ബീഫ് റോസ്റ്റും പിന്നെ കുറച്ച് ചിക്കൻ റോസ്റ്റും കുറച്ച് ഗ്രേവിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് എൻ്റെ പണി എളുപ്പമായി. അവരതെല്ലാം കൂട്ടി കഴിച്ചേട്ടാ. അപ്പം നല്ല ചൂട് പൊറോട്ടയും നല്ല കട്ടൻ ചായയും മഴയും സൂപ്പറാണല്ലേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ. ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.